ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ട്രംപിന്റെ ട്രൂത്ത് പോസ്റ്റ്. ഇതേ ഇന്ത്യയെ ഡെഡ് ഇക്കണോമി എന്ന് ഇതേ അമേരിക്കൻ പ്രസിഡന്റ് വിശേഷിപ്പിച്ചിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. എന്താണ് ട്രംപിന്റെ പെട്ടെന്നുള്ള മനമാറ്റത്തിന് പിന്നിൽ? തീരുവയിൽ ഒടുവിൽ ഒത്തുതീർപ്പു. ബിയോണ്ട് ബോർഡേഴ്സ് പരിശോധിച്ചു. ചൈനയേക്കാൾ അമേരിക്കയ്ക്ക് പ്രിയം ഇന്ത്യയോടാണ്. ഇന്ത്യൻ സർക്കാരുമായും അവിടുത്തെ ജനങ്ങളുമായുമുള്ള അമേരിക്കൻ ബന്ധം പതിറ്റാണ്ടുകൾ നീണ്ടതാണ്. സെർഗിയോ ഗോറിന്റേതാണ് ഈ വാക്കുകൾ. ട്രംപിന്റെ വിശ്വസ്തൻ, ഇന്ത്യൻ അംബാസിഡറായി ട്രംപ് തന്നെ നോമിനേറ്റ് ചെയ്തയാൾ. ഇന്ത്യ US ബന്ധത്തെപ്പറ്റി നിയുക്ത അമേരിക്കൻ പ്രതിനിധി അഭിപ്രായം പറയുന്നതും ഇതാദ്യം. സെപ്റ്റംബർ 11-ന് സെർഗിയോയെ പരിചയപ്പെടുത്തുന്ന വേളയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇതേ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ പ്രതിരോധ മേഖലകളിൽ ചർച്ചകൾ നടക്കുമെന്നും റൂബിയോ വ്യക്തമാക്കി. സാധാരണയായി നിയുക്ത അംബാസിഡറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് US സ്റ്റേറ്റ് സെക്രട്ടറി പ്രത്യക്ഷപ്പെടാറില്ല. ഇപ്പോൾ ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചയെക്കുറിച്ച് പരാമർശിക്കാനാണ് സെർഗിയോയ്ക്കൊപ്പം മാർക്കോ റൂബിയോ കൂടി ഹാജരായതെന്ന് വിദഗ്ധർ പറയുന്നു. ശക്തിയാർജിച്ചു വരുന്ന ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യയെ തങ്ങളുടെ പക്ഷത്താക്കാനായി തുടർച്ചയായി വന്ന US ഭരണകൂടങ്ങൾ ശ്രമിച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ വ്യാപാര യുദ്ധം അതിൽ വിള്ളലുണ്ടാക്കി. ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ഇന്ത്യ കാർഷിക ക്ഷീര മേഖലകളിൽ അമേരിക്കയ്ക്ക് പ്രവേശനം നിഷേധിച്ചതോടെ താരിഫ് വിഷയത്തിൽ ഇരു കൂട്ടരും 2 തട്ടിലായി. പിന്നാലെ 2 ഘട്ടങ്ങളിലായി അമേരിക്കയുടെ താരിഫ് പ്രയോഗം എത്തി നിന്നത് 50%. പ്രതിവർഷം $190 ബില്യൺ വരുന്ന വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത്. തീരുവ ഷോക്ക് വ്യാപാരത്തെ സാരമായി ബാധിച്ചു. പക്ഷേ ട്രംപ് ഉദ്ദേശിച്ച പോലൊരു പ്രതികരണമായിരുന്നില്ല ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. തീരുവ വർധനവിന് പിന്നാലെ GST കുറച്ചുകൊണ്ടും മറ്റ് ബദൽ മാർഗങ്ങൾ അവതരിപ്പിച്ചും ഇന്ത്യ പ്രശ്നത്തെ സൗമ്യമായി കൈകാര്യം ചെയ്തു. ഒപ്പം ചൈനയുമായി തുടർന്നു പോകുന്ന ശത്രുത മാറ്റിവെച്ച് ഇരു രാജ്യങ്ങളും പരസ്പരം കൈകൊടുത്തതും അമേരിക്കയെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടാകണം. റിപ്പബ്ലിക്കൻ പാർട്ടിക്കിടയിലും ട്രംപിന്റെ താരിഫ് പ്രയോഗത്തിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നു. അമേരിക്കൻ ജനതയ്ക്കിടയിലും അതൃപ്തി കൂടുതൽ വെളിവാകാൻ തുടങ്ങി. പിന്നാലെയായിരുന്നു ചർച്ചയാകാമെന്ന് വ്യക്തമാക്കുന്ന ട്രംപിന്റെ പോസ്റ്റ്. മോദി ഒറ്റ സുഹൃത്താണെന്ന് ആവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് താരിഫ് വിഷയം പരിഹരിക്കാനുള്ള വാതിൽ തുറന്നിട്ടു. തൊട്ടു പിന്നാലെ അത് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മോദിയും എത്തി. ചർച്ചയാകാമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിനെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി മോദി എക്സിൽ പോസ്റ്റ് പങ്കുവച്ചു. 2 ആഴ്ചയ്ക്കകം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായിരിക്കാം ട്വിസ്റ്റ്? അത് കാത്തിരുന്നു തന്നെ കാണണം. കാരണം ട്രംപാണ് കക്ഷി. എപ്പോൾ എന്തും സംഭവിക്കാം. എന്തായിരിക്കും ട്രംപിന്റെ മനസ്സിലെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ.